ആഫ്റ്റർ എഫക്റ്റ് ഫോർ ബിഗിനേഴ്സ് എന്ന ഫസ്റ്റ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഖിൽ. സോ വെൽക്കം ടു അഖിൽ ഡിസൈൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ട് എങ്ങനെ നമുക്കൊരു ടെക്സ്റ്റ് ആനിമേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ടെക്സ്റ്റ് ആനിമേഷൻ്റെ ഒരു മെത്തേഡാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ന്യൂ കോമ്പോസിഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ സെലക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ലാൻഡ്സ്കേപ്പ് HD എന്നുള്ള ഒരു റീസെറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സൈസാണ്. അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് ജസ്റ്റ് 10 സെക്കൻഡ് മതി. അപ്പോൾ 10 സെക്കൻഡ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി 10 സെക്കൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രീവിയസിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അത് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ 10 സെക്കൻഡാണ് ഞാൻ ഇവിടെ ഓൾറെഡി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് കളർ നമുക്ക് മാറ്റാൻ സാധിക്കും. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് ബ്ലാക്ക് മാത്രം മതി. അപ്പോൾ അത് ഞാൻ ഇന്ന് ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുന്നു. സോ ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+T എന്നാണ്. അപ്പോൾ ഞാൻ Ctrl+T എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റും. നമ്മളിവിടെ Ctrl+T എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കഴ്സറിൻ്റെ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇന്നിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്ന വേർഡ് എന്ന് പറയുന്നത് ഹലോ വേൾഡ് എന്നാണ്. അപ്പോൾ ഹലോ വേൾഡ് ഞാൻ ഒന്നിച്ചടിക്കുന്നില്ല, ഹലോയും വേൾഡും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹലോ എന്ന് നമുക്ക് ടൈപ്പ്. അതിനുശേഷം നമ്മുടെ കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ്. ഞാൻ വേണമെങ്കിൽ റെഡ് കളർ മാറ്റി നമുക്കൊരു ബ്ലൂ ആക്കാം. നമ്മൾ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോണ്ട് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്ന ഒരു ഫോണ്ട് എന്ന് പറയുന്നത് ഹെക്ടർ എന്ന് പറയുന്ന ഫോണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റെഡ് കളറിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു ബ്ലൂ കളർ എടുക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യാം. അത് സെൻറ്ററിലേക്ക് നമുക്കൊന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ്ട് ഏകദേശം അലൈൻഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേൾഡും കൂടെ ഒന്ന് ആഡ് ചെയ്യും. വേൾഡ് എന്നുള്ളത് ഞാൻ കുറച്ച് ചെറുതാക്കാൻ പോവുകയാണ്. സ്കെയിൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് കുറയ്ക്കാം എന്നുള്ളതാണ്. നമ്മുടെ വേർഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് S എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ. അപ്പോൾ എനിക്കിപ്പം ഫസ്റ്റ് സെക്കൻഡിലാണ് എനിക്ക് വേൾഡ് എന്നുള്ളത് വരേണ്ടത് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ 100 എന്നുള്ളത് ഞാൻ കുറച്ച് ഇത്രയും നമുക്ക് അത്യാവശ്യം മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇത് ബേസിക് ഒരു ആനിമേഷൻ നമുക്ക് കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഇന്നിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഒരു ആനിമേഷൻ നമുക്ക് കൊടുക്കാം. സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന രീതിയിലുള്ള ടൈം ഫ്രെയിമിൽ നമ്മൾ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ആകുമ്പോൾ എനിക്ക് ഈ എല്ലാ വേർഡും വിസിബിൾ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഫ്രെയിമിൽ നമ്മളുടെ ഈ ഒരു ടൈം സ്റ്റാമ്പ് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് S എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന രീതിയിൽ, അതായത് ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്കെയിലിൽ ഇവിടെ നമ്മളിനി ഇതിലേക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് സ്കെയിലിൻ്റെ ഇവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഈ കാണുന്ന രീതിയിലൊരു ഡോട്ട് അവിടെ പ്രസൻറ്റ് ആവും. ഇനി നമുക്ക് ഇതിലേക്ക് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രെയിം ആകുമ്പം എൻ്റെ ഈ വേൾഡ് എന്നുള്ളത് വരും. അതിന് മുന്നേ എന്ത് ചെയ്യും എന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഫ്രെയിമിൽ പോയിട്ട്, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് 0 ഫ്രെയിമിലേക്ക് ചെന്നിട്ട്, അതായത് 0 സെക്കൻഡിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 0 എന്ന് നമ്മൾ കൊടുക്കുക. ഇത് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന രീതിയിലൊരു മോഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഹലോയിൽ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ക്യാൻവാസ് ഒന്ന് ബ്ലാങ്ക് ആണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ആയപ്പം എല്ലാം വിസിബിളായി. പക്ഷെ നിങ്ങളിത് കാണുമ്പോൾ ഒരു ഫീല് കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം ഇത് സ്മൂത്ത് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കീ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് F9 എന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഇത് ഈസി ഏസ് ആകും. അതായത് സ്മൂത്തായിട്ട് ഇപ്പം അത് പോകും. അതായത് ഇപ്പം ഞാൻ ജസ്റ്റ് F9 ക്ലിക്ക് ചെയ്തിട്ടാണ്, അതായത് സ്മൂത്തായിട്ട് ഇപ്പം അത് പോകും. അതായത് ഇപ്പം ഞാൻ ജസ്റ്റ് F9 ക്ലിക്ക് ചെയ്തിട്ടാണ്, എന്നാലും ഒരു ചെറിയ വ്യത്യാസമൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് എഡിറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗ്രാഫ് എഡിറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫ് അവിടെ വിസിബിൾ ആവും. ഇനി നിങ്ങൾക്ക് ഈ ടൈപ്പ് ഗ്രാഫ് അല്ല കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് വാല്യൂ ഗ്രാഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ അതിനകത്ത് കാണുക. അപ്പോൾ ജസ്റ്റ് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് സ്പീഡ് ഗ്രാഫ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ബാക്കി നമുക്ക് നമ്മുടെ സ്പീഡാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കീ ഫ്രെയിം നമ്മൾ ഇവിടെയും നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ചെറിയൊരു ഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു സ്മൂത്ത് ആനിമേഷൻ അവിടെ വരും. നമുക്ക് കുറച്ചും കൂടെ അതൊന്ന് സെറ്റപ്പ് ചെയ്യാം. ഇത് നമ്മൾ ഈ സെയിം നമ്മൾ വേൾഡിലാണ് നമ്മളിപ്പം ആദ്യം ചെയ്തത്. അപ്പോൾ നമ്മൾക്കിനി സെയിം ഫോർമാറ്റ് തന്നെ ഈ ഹലോയിലും കൂടെ ചെയ്യുന്നു. അതായത് അത് സെലക്ട് ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് ഗ്രാഫ് എഡിറ്റിൽ പോകുന്നു, ഈ കാണുന്ന ഇതിൽ നമ്മൾ F9 എന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് വീണ്ടും നമ്മൾ അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എഫക്ട്സ് ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ എഫക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കാണുന്ന എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൽ പോകുക. അല്ലെങ്കിൽ അത് വീണ്ടും കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോയിട്ട് എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ് എന്നുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ Ctrl+5 എന്ന് അടിച്ചാലും നമുക്കിത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്യുന്നത് ആനിമേഷൻ പ്രീസെറ്റിൽ പോയിട്ട് ഞാൻ ടെക്സ്റ്റ് എന്നുള്ളത് വീണ്ടും സെലക്ട് ചെയ്യുന്നു. ആനിമേറ്റ് ഇൻ എന്നുള്ളതാണല്ലോ, അപ്പോൾ ആനിമേറ്റ് ഇൻ ആയിട്ടുള്ള ഞാൻ ഫേഡ് അപ്പ് ക്യാരക്ടർ എന്നുള്ളത് ഹലോയിലേക്ക് ഞാനൊന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന രീതിയിലൊരു ആനിമേഷൻ ഉണ്ട്. പക്ഷേ എനിക്കിത് ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്കിത് കംപ്ലീറ്റ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കീ ഫ്രെയിം കൊടുത്തത് എന്തൊക്കെയുണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യു എന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏതൊക്കെ കീ ഫ്രെയിംസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കീ ഫ്രെയിംസ് ഇവിടെ വിസിബിൾ ആണ്, അതായത് യു എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു എഫക്റ്റ് ഇവിടെ വരുമ്പോൾ ഇത് ഫുൾ ആവണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്ത് നോക്കാം. അത് 10th ഫ്രെയിമിൽ ഫുൾ ആവട്ടെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഫ്രെയിം കറക്റ്റായിട്ട് ഫസ്റ്റ് സെക്കൻഡ് ആകുമ്പം സെറ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വേൾഡിലും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു. എനിക്ക് ഹലോ വന്നിട്ട് വേൾഡ് വന്നാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഫ്രെയിമിൽ, അതായത് 1ാമത്തെ സെക്കൻഡിൽ ഇത് വരുമ്പം അത്രയും വരണ്ട, നമ്മുടെ വേൾഡ് കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്രെയിമിൽ അത് ഹലോ വന്നിട്ട് അടുത്തത് വേൾഡ് വരും. ആ രീതിയിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആനിമേഷൻ്റെ ഒരു ഫുൾ ലെന്ത് നമ്മുടെ എത്തിയിട്ടുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ളൊരു ആനിമേഷൻ, അതായത് ആഫ്റ്റർ എഫക്റ്റ് യൂസ് ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാരെ പഠിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇത്തരം ടൈപ്പ് ഓഫ് വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് വളരെ ഈസി ആയിട്ട് ആഫ്റ്റർ എഫക്റ്റ് പഠിക്കാം.